ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ. വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു നല്ല ഫേസ് പാക്ക് ചെയ്യാം, അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ്. അതൊന്നും എടുത്തിട്ട് വേവിച്ചിട്ട് തണുവായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനകത്തേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് കട്ട തൈരാണ് ചേർത്ത് കൊടുത്തത്. അത് കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തു. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഇതുപോലെ അരച്ചെടുക്കണേ. അതിനുശേഷം ഞാൻ ഒന്ന് പോയിട്ട് മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതുപോലെ ഫേസ് പാക്ക് എടുത്തിട്ട് മുഖത്ത് പതിയെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു ലെയർ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് തേച്ച് കൊടുത്തു. പിന്നെ ഞാനത് ഉണങ്ങി വന്നപ്പോൾ വീണ്ടും 2-3 ലെയറും കൂടി ചേർത്ത് തേച്ച് കൊടുത്തു കേട്ടോ. ഒരു 20-25 മിനിറ്റൊക്കെ ഇത് വെച്ചിട്ടിരിക്കാം. അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടും. ചെറിയ ലെയറുകളായിട്ട് വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ. കയ്യിലും കഴുത്തിലും ടാൻ എവിടെയാണുള്ളത് അവിടെ എല്ലാം നിങ്ങൾക്ക് തേച്ചെടുക്കാം. കയ്യിലോ കഴുത്തിലോ ഫേസിലോ ഒക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വളരെ സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാണ് കേട്ടോ ഇത് നല്ല പേസ്റ്റ് പോലൊരു രൂപമാണ്. അതുമാത്രമല്ല നല്ല ഒട്ടുന്നൊരു പരിവല്ല. ഒരു എന്താ പറയുക, നമുക്ക് ഇറിറ്റേഷൻ വരുന്ന അങ്ങനെയൊന്നുമില്ല, സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഫേസ് പാക്കാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓയിലി സ്കിൻകാർക്കാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഓയിലിൻ്റെ ചെറിയ മായമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഒബ്സർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ദൂരെ നന്നായി തേച്ച് കൊടുത്തേ. ഉണങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ലെയർ തേച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് ഉണങ്ങി വരണം. ഒരു 20-25 മിനിറ്റൊക്കെ വേണ്ടി വരും. ഞാൻ ഇതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുവാണേ. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പാക്കാണ്. നല്ലൊരു ഇതാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാൻ പറ്റും ഇത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ആക്കി വെക്കണേ. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഒന്നുകൂടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.